വഴിയോരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനൊരു കൗതുകമുണ്ട്. എനിക്കറിയേണ്ടത് സലാം കൊടിയത്തൂരും അതേപോലെ തന്നെ സിദ്ദീഖ് കൊടിയത്തൂരും സഹോദരന്മാരാണെന്നറിയാം. പക്ഷെ അവരുടെ മൂത്ത സഹോദരനാണ് റസാഖ് വഴിയോരം എന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല. എന്തുകൊണ്ടാണ് കൊടിയത്തൂർ എന്നുള്ള വാലൊഴിവാക്കി വഴിയോരം എന്ന് സ്വീകരിച്ചത്? കൊടിയത്തൂർ തന്നെ എൻ്റെ അതേ പേരിൽ വേറൊരാളുണ്ട്, റസാഖ് കൊടിയത്തൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അയാളെ ബാധിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടുപേര് വഴിയോരം എന്നാണ്. അപ്പൊ നിങ്ങള് പിന്നെ 3 പേരും റസാഖും സലാമും സിദ്ദീഖും 3 പേരും മുനീറും മുനീറും ഒരുപാട് ഹോം സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുടുംബപരമായിട്ട് പ്രത്യേകിച്ച് അഭിനയ, ഹോം സിനിമ, നാടക മേഖലയാണ് കാര്യമായിട്ട് നോക്കിയിട്ടുള്ളത്. പിന്നെ നാടകം, ഹോം സിനിമ, കലാരംഗം വിട്ടിട്ട് പിന്നീട് അവരൊന്നും എത്തിപ്പെടാത്തൊരു മേഖല എഴുത്ത് എന്നുള്ള പുസ്തകരചനയിലേക്കാണ് പിന്നീട് റസാഖ് വഴിയോരം ഒരു ചിത്രകാരനായിരിക്കെ തന്നെ എഴുത്തുകാരനായി മാറുകയാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? അത് പിന്നെ ഗൾഫിലുള്ള സമയത്ത്, ഗൾഫിലാകുമ്പോൾ അത് നമ്മൾ ജോലി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ കുറേ സമയം ഫ്രീ ടൈം ഉണ്ടാവും. അന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും പലരും ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ടി വി ഉണ്ട്, സിനിമ ഉണ്ട്, ഇങ്ങനെ ആ സമയം ചിലവഴിക്കുക. ഞാനും അങ്ങനെ കുറേ കാലം അങ്ങനെ വൈകുന്നേരം വന്നാൽ പിന്നെ സിനിമ കണ്ട് ഇങ്ങനെ കിടന്നുറങ്ങുക എന്നുള്ളൊരു രീതിയിൽ തന്നെ ആയിട്ട് പോയിരുന്നത്. പിന്നെ കുറച്ചൊക്കെ വായിക്കാനുള്ളൊരു ഒരു ഇഷ്ടം അന്ന് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അന്ന് പുസ്തകങ്ങളൊന്നും കിട്ടിയിരുന്നില്ല ഗൾഫിലൊന്നും പ്രത്യേകിച്ച്. എന്നാലും പത്രങ്ങളും മാഗസിനും വീക്കിലികളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ വായിച്ച് അങ്ങനെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഓഫീസിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് കുറേ ഫ്രീ ടൈം ഉണ്ടാവും. രാവിലെ കുറച്ച് ജോലി കഴിഞ്ഞാൽ പിന്നെ ഉച്ചവരെയൊക്കെ ഒന്നും അധികം ജോലി തിരക്കൊന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറേയൊക്കെ വെറുതെ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക എഴുതിയൊക്കെ ചെയ്തിട്ട് ചിലതൊക്കെ ഞാൻ വെറുതെ പത്രമാധ്യമങ്ങൾക്ക് വിട്ടെടുക്കുന്നൊരു ഉദ്ദേശപൂർവ്വമൊന്നുമല്ല, അങ്ങനെ വെറുതെ അങ്ങനെ ചെയ്യും. അങ്ങനെ ചിലതൊക്കെ പത്രങ്ങളിൽ ആദ്യമായിട്ട് അച്ചടിച്ച് വന്നത് ഏതാണ്? ആദ്യമായിട്ട് ഗൾഫ് മാധ്യമത്തിലും അന്ന് മലയാളം ന്യൂസ് എന്ന് പറഞ്ഞ പത്രം. പിന്നെ എന്താണ് സാധാരണ കഥകളും പിന്നെ കാർട്ടൂൺസ് ആണ് മെയിനായിട്ട്. കാർട്ടൂൺസ്, പൊളിറ്റിക്കൽ കാർട്ടൂണും മറ്റതൊക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം പിന്നെ കഥകളും എഴുതും, കവിതകൾ എഴുതും. കവിതയാണെന്നോ എനിക്കറിയില്ല, എനിക്ക് അന്ന് തോന്നുന്ന മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ അതൊക്കെ ഗൾഫ് മാധ്യമത്തിലൊക്കെ സ്ഥിരമായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നു. നാട്ടിലും വരാൻ തുടങ്ങി. അങ്ങനെ ഓരോ കഥ നമ്മളെ അച്ചടി മഷി പോരണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ അവിടുത്തെ ഖത്തറിലുണ്ടായിരുന്ന പത്രങ്ങളിലൊക്കെ, ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ഞാൻ വെറുതെ കാർട്ടൂൺ വരച്ചിട്ട്, അന്ന് അങ്ങനെ കാർട്ടൂണുകളൊന്നും അധികം വരാറില്ല. ഉള്ളത് തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ വളരെ അപൂർവമായിട്ടാണ് വന്നിരുന്നത്. പൊളിറ്റിക്സിനെ പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല. ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ല വേൾഡ് പൊളിറ്റിക്സിനൊന്നും പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്ന ആശയം ഞാൻ വെറുതെ ഒരു ചിത്രമായിട്ട് വരച്ച് ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് മെയിൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ അത് ഗൾഫ് ടൈംസിലും പെനിൻസുല എന്നാണ് പത്രമൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതിലൊക്കെ പ്രസിദ്ധീകരിച്ചു വന്നു. പിന്നെ പെനിൻസുലൻ്റെ ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ അയാൾ ഒരു ദിവസം വിളിച്ചിട്ട് സ്ഥിരമായിട്ട് കാർട്ടൂൺ വരച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു പങ്ക്തി പോലെ സെൻട്രൽ പേജിൽ പിന്നെ മെയിനായിട്ടുള്ള എഡിറ്റോറിയലൊക്കെ വരുന്ന പേജിൻ്റെ തൊട്ട് അടുത്തുള്ള പേജിൽ മെയിനായിട്ടുള്ള വലിയൊരു കാർട്ടൂണ് ഡെയിലി ഒന്ന് വരക്കാൻ എനിക്ക് ശരിക്കും അറിയില്ല, ആശയം വേണം. പിന്നെ വരക്കാൻ തന്നെ ഇന്നുള്ള ടെക്നിക്കുകളൊന്നും അന്നില്ലല്ലോ, അതിൻ്റെ പേഴ്സ്പെക്റ്റീവോ എൻ്റെ ഇതൊന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും വരച്ചിട്ട് ഞാൻ അയക്കും. അങ്ങനെ അയക്കുന്ന മിക്കതും പ്രസിദ്ധീകരിച്ചു തരാൻ തുടങ്ങി. അതിനെനിക്ക് അവർ റെമ്യൂണറേഷൻ തന്നു. കൂടുതൽ ആവേശമായി. ഒരു ദിവസം നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്നതിനേക്കാളും വലിയ സംഖ്യ ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ആവേശമായി. അങ്ങനെ അത് കുറേ കാലം തുടർന്നു. പിന്നെയാണ് ഞാൻ കുറേ കഥകൾ എഴുതിയിട്ട് ഇങ്ങനെ അയക്കാൻ തുടങ്ങി. അതും പല പ്രസിദ്ധീകരണങ്ങളും വന്നു. അതൊന്നും എനിക്ക് എഴുതാൻ കഴിയുന്നോ വരക്കാൻ കഴിയുന്നോ അറിയാതെ എന്താ പറയാ ചെയ്തു പോയതാണ്, സംഭവിച്ചു പോയതാണ്. എങ്കിൽ പോലും അത്രയും ഒരു കാമ്പുള്ള സാധനം ആയതുകൊണ്ടാണല്ലോ പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ ഇത്തരം സൃഷ്ടികൾ കണ്ടിട്ട് വായനക്കാരോ അതല്ലെങ്കിൽ കാർട്ടൂൺ കണ്ട ആളുകളൊക്കെ നേരിട്ട് എന്തെങ്കിലും പറഞ്ഞു? നേരിട്ട് പിന്നെ കാണുമ്പം അവര് അപ്രീഷിയേറ്റ് ചെയ്യും. അതും വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ ഈ പുസ്തകങ്ങൾ എഴുതുക എന്നൊക്കെ പറയുന്നത് നമ്മളെ ഭാവനയെല്ലാം അങ്ങനെ ഒരു സംഭവമല്ല, അങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കാരണം
ഒരു പുസ്തകം എഴുതുക, ഒരു ഓതറാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമുക്ക് പറഞ്ഞതല്ല എന്നുള്ളത് അന്നേ മനസ്സിൽ അങ്ങനെ ഒരു സ്വയം തീരുമാനിച്ച് സ്വയം തീരുമാനിച്ച് അങ്ങനെ ഒതുങ്ങിക്കൂടിയായിരുന്നു. എഴുതാൻ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് കുറേ കാലം കഴിഞ്ഞ് ഫേസ്ബുക്കൊക്കെ പോപ്പുലറായി വരുന്ന സമയത്ത് തന്നെ ഫേസ്ബുക്കിൽ ഇത് എഴുതിയ ആൾക്കാർ ഇത് വായിക്കില്ലേ, വായിച്ചു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ളൊരു പലരെയും പോലെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കഥ എഴുതാനുള്ള ഒന്നും അതിൻ്റെ ടെക്നിക്കുകളൊന്നും എനിക്കറിയില്ല. പക്ഷെ എപ്പോഴോ ഏതോ ഒരു സമയത്ത് അങ്ങനെ എഴുതി പ്രസിദ്ധീകരിച്ചു. പിന്നെ അത് ആൾക്കാരത് വായനക്കാരുണ്ടായി. അങ്ങനെയാണ് ഒരിക്കൽ പഴയ കാലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ അതൊക്കെയാണ്. അത് കോവിഡിൻ്റെ സമയത്ത്, കോവിഡ് ഒരുപാട് കലാകാരന്മാരെ വളർത്തിയ സമയമാണല്ലോ. അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് വീട്ടിൽ വേറൊന്നും ചെയ്യാനില്ലാതെ ഇരുന്നപ്പോൾ ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ട് എൻ്റെ റൂമിലിരുന്നിട്ട് വെറുതെ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഓർമ്മകളായിട്ട് എഴുതാൻ തുടങ്ങിയതല്ല, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പണ്ട് തന്നെ ഒരു ഡയറിയിലൊക്കെ എഴുതി വെക്കുന്ന പോലെ ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങി. അപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും എഴുതുക. രാത്രി പിന്നെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള സമയത്തൊക്കെ ഇങ്ങനെ എഴുതുന്ന സമയത്ത് പഴയ ആ കാലഘട്ടത്തിൽ ഓരോ വാക്കും എഴുതുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോകും. അപ്പോൾ ചിലതൊക്കെ എഴുതുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം ആ കാലം നഷ്ടപ്പെട്ടു പോയല്ലോ, വളരെ നല്ലൊരു കാലം എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ട് കരഞ്ഞിട്ടുണ്ട്. പിന്നെ പകലും റൂമിലിങ്ങനെ ഇരിക്കുകയാണല്ലോ. അന്നൊക്കെ കോവിഡിൻ്റെ സമയത്ത് ഒരു കുട്ടി പോലും പുറത്തേക്ക് വരുന്നില്ല, വല്ല സാധനം വാങ്ങുന്നില്ല, പള്ളിയിലേക്ക് പോകുന്നില്ല, കല്യാണം അങ്ങനത്തെ പരിപാടി ഒന്നുമില്ലല്ലോ, സോഷ്യൽ ഇൻട്രാക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, സാധാരണ വെള്ളിയാഴ്ചയൊക്കെ ഉച്ചക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് ഇങ്ങനെ പോകുന്ന എൻ്റെ റോഡിൻ്റെ സൈഡിലാണ് എൻ്റെ വീട്. അതിലിങ്ങനെ റോഡിലൂടെ പോകുന്നൊക്കെ ഇങ്ങനെ കാണാം ആ കാലത്ത്. അപ്പോൾ ഒരു കോവിഡിൻ്റെ സമയത്ത് ഒരു വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്ന ആൾ കരഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന ഞാൻ കേട്ടു. കാരണം ഈ ബാങ്ക് എല്ലാവരും വരും നിസ്കരിക്കുമെന്നാണല്ലോ ഈ ബാങ്കിലൂടെ പറയുന്നത്. പക്ഷെ ആരാണ് വിളിക്കുന്നത്? ആരും വരാനില്ലാത്ത ആ കാലഘട്ടത്തിൽ വരൂ എന്ന ആള് പറയണല്ലോ, അതിൻ്റെ ഒരു സങ്കടം, ആരും വരില്ല എന്നറിയുന്ന ആ ഒരു സങ്കടം ആള് ബാങ്കിനിടയിൽ ഇങ്ങനെ ഇടറിപ്പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്നാണ് ഞാനിങ്ങനെ എഴുതി വരുന്നത്. അത് ഞാൻ ഫേസ്ബുക്കിലിടാൻ തുടങ്ങി. ഫേസ്ബുക്കിലിടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ പിന്നെ ഓർഫനേജിൽ പഠിച്ചിരുന്ന ആളുകളൊക്കെ കണ്ടിട്ട് ഇത് തുടർന്ന് എഴുതണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതും നേരത്തെ പറഞ്ഞ പോലെ ധാരണ ഇല്ലാതെ അങ്ങനെ എഴുതി. പിന്നീടാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെയാണ് പുസ്തകത്തിന് നല്ലൊരു ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്, അത്താഴം വിളമ്പി തന്ന നക്ഷത്രങ്ങൾ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അത് കൂടുതലായിട്ടും പിന്നെ JDTയിലുള്ള ഓർഫനേജ് ജീവിതം, ആ കാലഘട്ടത്തിലെ ജീവിതം, അതായത് ഹൈസ്കൂൾ പഠനകാലത്തുള്ള ജീവിതം. അന്നത്തെ ഒരുപക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായിട്ടുള്ള ഹൈസ്കൂൾ ജീവിതമാണ് യഥാർത്ഥത്തിൽ അത്രയും നിറമങ്ങാതെ നിൽക്കുന്ന ഓർമ്മകൾ. അതാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അടുത്ത പുസ്തകത്തിലേക്ക് വന്നു. അതും ഞാൻ കുറെ പിന്നെ ചെറുകഥകൾ എഴുതാൻ തുടങ്ങി. ചെറുകഥകൾ പിന്നെ എഴുതിയിട്ട് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അതിനും കുറേ വായനക്കാരുണ്ടായി. അപ്പോൾ അതിൽ പല വായനക്കാരും ഇങ്ങനെ അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് സജസ്റ്റ് ചെയ്തു. അങ്ങനെ അതും കുറേ കഥകളായപ്പോൾ ഞാൻ അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ രണ്ടാമതൊരു പുസ്തകം എഴുതി. മൂന്നാമതൊരു പുസ്തകം ഞാനൊരു നോവൽ എന്നുള്ള നോവലിനെ പറ്റിയും എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല. അത് എങ്ങനെ എഴുതണമെന്ന്, എങ്ങനെ എഴുതി തുടങ്ങി, എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. എന്നാലും ഒരു നോവൽ എഴുതാനുള്ള ഒരു ചങ്കൂറ്റം ഉള്ളതുകൊണ്ട് ഉണ്ടായി. അങ്ങനെ മൂന്നാമത് ഒരു നോവലിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കും വേറെ ഒരുപാട് കഥകൾ എഴുതിയ പുസ്തകങ്ങൾ ക്രോഡീകരിച്ച് ഒരു മറ്റൊരു പുസ്തകം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതും ഈ 1970-80 കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ജീവിത പശ്ചാത്തലമുണ്ട്. ഗൾഫിലേക്ക് പോകുന്നതും അവിടെ ഗൾഫിൽ പോയിട്ട് ഒരുപാട് ആളുകൾ പിന്നെ ജോലി ചെയ്ത് നാട്ടിലേക്ക് വരുന്നതും നാട്ടിലുണ്ടാകുന്ന സാമൂഹികമായിട്ടുള്ള വളരെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ,
അത് ഈ 2020-25 ആകുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ആ കാലത്തിന്റെ ഒരു ഗ്രാജുവലി വരുന്ന പെട്ടെന്ന് 2010-20 ആകുമ്പോഴത്തേക്ക് പെട്ടെന്നുള്ളൊരു വളർച്ച, ഒരു മാറ്റമാണ്. അതിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്നറിയില്ല, അതെന്തായാലും അത് ഹൈഡ് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള നോവലാണോ? അതിൻ്റെ ഒരുപാട് വേദനകൾ, ആ ഒരു നഷ്ടപ്പെടലിൻ്റെയും ആ ഒരു ഇടയിലുള്ള ഒരുപാട് വിങ്ങലുകളും വേദനകളും ഒക്കെ മനസ്സിൽ പലപ്പോഴും പലരെയും ജീവിതം കാണുമ്പോഴും നമുക്ക് ചുറ്റുള്ള ജീവിതം കാണുമ്പോൾ ഒക്കെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കാറുണ്ട്. അത് ഒരു പുസ്തകമാക്കണം എന്നാണ് എൻ്റെ ഒരു. ഏതായാലും കുഞ്ഞുനാളിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നീട് ഓർഫനേജിൽ ജീവിതം തുടങ്ങി, ശേഷം ഒരു ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അന്യ സംസ്ഥാനത്ത് പോയി, പിന്നീട് ഫറൂഖ് കോളേജിൽ പഠിച്ചു, ഗൾഫ് ജീവിതം, തിരിച്ചു വരുന്നു. ഒരു രസകരമായ രീതിയിലുള്ളൊരു യാത്രയാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിലും നാട്ടിലുമുള്ള സർഗാത്മക ജീവിതം കൂടെ കൊണ്ടുപോയി തിരിച്ചു വന്നതിന് ശേഷം ലീവ് എടുത്ത് ആനിമേഷൻ രംഗത്തേക്ക് വരിക. പറഞ്ഞു വരുമ്പോൾ പൂർണ്ണമായും ജീവിതത്തോടൊപ്പം തന്നെ ഈ സർഗപരമായിട്ടുള്ള ആ ഒരു വികാരം എപ്പോഴും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം എല്ലാം ഒതുങ്ങി എഴുത്ത് ജീവിതത്തിലേക്കാണ്. അപ്പോഴും തൻ്റെ ഈ രീതിയിലുള്ള ക്രിയാത്മകമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയാണ് ഇപ്പോഴും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം.